മിസ്സാണ്. അപ്പൊ നമ്മളെല്ലാവരും എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും, തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി നമ്മുടെ ഊഴം എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാനും അവിടെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഇന്റഗ്രേഷനിൽ ഞാനാണ് താരം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു നമ്മുടെ മലയാളത്തിൽ അല്ലെ. അതായത് നമ്മുടെ എന്താണ് വെള്ളത്തിനെ പറ്റി, ജലത്തിന്റെ പ്രത്യേകതകളൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ. ഇതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ജലത്തിൽ എന്തൊക്കെ? ചിത്രത്തിൽ കാണുന്ന ജന്തുക്കളെയും സസ്യങ്ങളെയും കണ്ടല്ലോ, ജലത്തിൽ കാണുന്നവയെ കുളത്തിലേക്ക് വരച്ചു ചേർക്കാനാ. ഇതാണ് നമ്മുടെ കുളം അല്ലെ. ഈ കുളത്തിലേക്ക് ഈ കാണുന്ന ജീവികളിൽ ആരൊക്കെയാണ് നമ്മൾ വരച്ചു ചേർക്കുന്നത്? അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതാ നമ്മളിവിടെ ആമയെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ആമ എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് കുളത്തിലേക്ക് വരച്ചു ചേർക്കാം, നമുക്കുള്ള ഒരു ടെൻഡൻസി വരുന്നുണ്ട്, കാരണം കുളത്തിൽ ആമേനെ കാണാറുണ്ട്. ഇനി ഇതാ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇതാ നമ്മുടെ താറാവിനെ കാണുന്നുണ്ട്. അപ്പൊ ഈ താറാവിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? കുളത്തിലേക്ക് വരച്ചു ചേർക്കുന്നു. ഇനി നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതാ നമ്മുടെ എന്താണ് താമരപ്പൂ കാണുന്നുണ്ട് അല്ലെ. താമരയും എവിടെ ഉണ്ടാവാറുണ്ട്? കുളത്തിൽ ഉണ്ടാവാറുണ്ട്. സോ നമുക്ക് ഇതാ ഇതിലെ നമ്മുടെ താമരയെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? കുളത്തിലേക്ക് വരച്ചു ചേർക്കുകയാണ്. അപ്പൊ കുളത്തിൽ കാണുന്ന ആളുകളെ, അത് ജീവികളായിക്കോട്ടെ സസ്യങ്ങളായിക്കോട്ടെ, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വരച്ചു ചേർക്കുകയാണ് അല്ലെ. മറ്റൊരു ചെടിയാണ്, അതുപോലെ മറ്റൊരു പറക്കുന്ന ഒരു കിളിയാണ് ഇവിടെ ഉള്ളത്. അവർ രണ്ടുപേരെയും നമ്മൾ എന്ത് ചെയ്തു? ഒഴിവാക്കി വിട്ടു. ബാക്കി 3 പേരെയും നമ്മൾ എന്ത് ചെയ്തു? കുളത്തിലേക്ക് വരച്ചു ചേർത്തു അല്ലെ. അങ്ങനെ ഒരു ചോദ്യമായില്ലേ? ഇതൊരു ആക്ടിവിറ്റി ആണ് അല്ലെ. ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, മുങ്ങിയതേത് പൊങ്ങിയതേത്? ഈ തന്നിട്ടുള്ളതില് ചില ആളുകളൊക്കെ പെട്ടെന്ന് മുങ്ങുന്ന ആളുകളാണ്. നമ്മുടെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ചിലർ എന്ത് ചെയ്യും? പൊങ്ങി കിടക്കുകയും ചെയ്യും. ആരൊക്കെയാണെന്നാ ചോദിച്ചത്. അപ്പൊ ഒരു പന്ത് അല്ലെ, ഒരു ബോള്, ഇപ്പൊ ഒരു പ്ലാസ്റ്റിക് ബോളൊക്കെ നമ്മൾ എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് വെള്ളത്തിൽ ഇതാ ഇങ്ങനെ പൊന്തി കിടക്കും അല്ലെ. അപ്പൊ നമുക്ക് പന്ത് എവിടെ എഴുതാം? പൊങ്ങിയത് എന്ന് പറഞ്ഞ കോളത്തിൽ എഴുതാം. ഇനി നമ്മുടെ പെൻസിൽ ആണെങ്കിലോ, മരത്തിന്റെ ഒക്കെ പെൻസിലാണ്, വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത ആളൊക്കെ ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്താണ്? പൊന്തി തന്നെ കിടക്കും അല്ലെ നമ്മുടെ പെൻസിലും. നെക്സ്റ്റ് ആണിയാണ്. ആണി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട്, കുറച്ച് കനമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വെള്ളത്തിലിട്ടാൽ എന്താവും? ഓൺ ദ സ്പോട്ട് അത് താഴേക്ക് പോകും അല്ലെ. അപ്പൊ ആണിനെ നമുക്ക് എവിടെ ചേർക്കാം? മുങ്ങിയ ആളാണ് അല്ലെ, മുങ്ങിപ്പോകുന്ന ആളാണ് നമ്മുടെ ആണി എന്ന് പറയുന്നത്. അടുത്തത് ചോക്കാണ്. അപ്പൊ ചോക്കാണെങ്കിലും ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ചോക്ക് എവിടെ എത്തുന്നത് കാണാം? താഴെ എത്തുന്നത് കാണാം അല്ലെ. അപ്പൊ നമ്മുടെ ചോക്കും എവിടെ ചേർക്കാം? നമുക്ക് മുങ്ങിയ ആളിൽ നമുക്ക് നമ്മുടെ ചോക്കിനെയും ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് റബ്ബർ ബാൻഡ്. റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്ത ആളാണ്, അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? പൊങ്ങിക്കിടക്കും. അപ്പൊ റബ്ബർ ബാൻഡ് നമ്മൾ എവിടെ എഴുതി? നമ്മൾ ഇതാ ഇവിടെ എഴുതി അല്ലെ, റബ്ബർ ബാൻഡ്. ഓക്കെ, റബ്ബർ ബാൻഡ്. നെക്സ്റ്റ് എന്താണ്? ലാസ്റ്റ് നമ്മുടെ നാണയം, കോയിൻ ഇല്ലേ. കോയിന് വെള്ളത്തിലിട്ടാൽ എന്താ സംഭവിക്കുക? താഴ്ന്നു പോവും. അപ്പൊ നമുക്ക് നാണയം എവിടെ എഴുതാം? മുങ്ങിയ ആളിൽ എഴുതാം. അപ്പൊ ഇതേപോലെ അല്ലെ മുങ്ങിയ ആളെയും പൊങ്ങിയ ആളെയും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് എഴുതി വെക്കേണ്ടതുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? ഉപകാരം ചെയ്യും. കാരണം ക്വസ്റ്റ്യൻസ് വരും, ആക്ടിവിറ്റി ചോദിക്കും, നമ്മൾ ആൻസർ എഴുതും, നമ്മൾ ഫുൾ മാർക്ക് മേടിക്കും. അപ്പൊ അതിനുവേണ്ടി ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വീണ്ടും വരും. അതുവരെ എല്ലാ മക്കൾക്കും, മിസ്സിന്റെ എല്ലാ മക്കൾക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.